അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധ ഖുർആൻ നമ്മൾ ഏത് രൂപത്തിലാണ് സമീപിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മളതിനെ മാറ്റേണ്ടത്? ഖുർആൻ തന്നെ ആ വിഷയത്തിൽ നമുക്ക് കൃത്യമായ മാർഗദർശനം നൽകുന്നുണ്ട്. ഒന്നാമതായി ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്നതാണ്. വൈദാ ഖുരി അൽ ഖുർആൻ ഫസ്തമിഉ ലഹു. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഫസ്തമിഉ ലഹു വൻസിത്തു, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി കേൾക്കുകയും നിശബ്ദരായി നമ്മളത് കേൾക്കണം. അപ്പോൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് നമുക്കൊരു വിഷയത്തോടുള്ള അടുപ്പം വർദ്ധിപ്പിക്കാൻ, ആ വിഷയത്തെ ഏറ്റവും എളുപ്പത്തിൽ സ്വാംശീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ശ്രദ്ധാപൂർവമുള്ള കേൾവി അഥവാ ഇസ്തിമാ എന്നത്. രണ്ടാമത്തത് തിലാവത്തുൽ ഖുർആൻ അല്ലെങ്കിൽ ഖിറാഅത്തുൽ ഖുർആനാണ്. വറത്തിലിൽ ഖുർആന തെർത്തീല, ഖുർആനിനെ നിർത്തിക്കൊണ്ട് നീ പാരായണം ചെയ്യുക. അതായത് ഖുർആനിലെ അക്ഷരങ്ങളുടെ സിഫത്തും മഖ്റജും നുതുഖും തജ്വീദ് നിയമങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതേണ്ട മുറപ്രകാരം ഹഖ്ഖ തിലാവത്തിഹി എന്ന് പറയുന്ന പോലെ ആ ഓതേണ്ട മുറപ്രകാരം നമ്മളത് പാരായണം ചെയ്യേണ്ടതാണ് അടുത്ത ഘട്ടം. മൂന്നാമതായി ഈ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ നമ്മൾ മനഃപ്പാഠമാക്കി ഹിഫ്ളാക്കി മാറ്റണം. നമ്മുടെ മനസ്സുകളിലാണ് ഖുർആൻ യഥാർത്ഥത്തിൽ ജീവിക്കേണ്ടത്. ഖുർആനിൻ്റെ മറ്റ് വേദഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഖുർആനിൻ്റെ പ്രത്യേകത അതാണ്. ഖുർആൻ ഒട്ടേറെ ആളുകളുടെ മനസ്സിൽ ജീവിക്കുന്ന വേദഗ്രന്ഥമാണ്. നാലാമതായി ഖുർആനിൻ്റെ ആശയം നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. തദബ്ബുർ എന്ന് പറയും. നമ്മൾ കടലിലേക്ക് ആഴത്തിൽ പോകുമ്പോൾ കൂടുതൽ മുത്തുകൾ കിട്ടുന്ന പോലെ ഖുർആനിലേക്ക് നമ്മൾ എത്ര ആഴത്തിൽ പ്രവേശിക്കുന്നുവോ അതിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് അത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ആ രൂപത്തിൽ ആശയപരമായ ഒരു സമീപനം ഖുർആനിനോട് നമ്മൾ നടത്തേണ്ടതുണ്ട്. അതാണ് തദബ്ബുർ. അടുത്തതായി അൽ അമലു ബിഹി, ഖുർആൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക, ജീവിക്കാൻ ആരംഭിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ നൽകിയ മറുപടി കാന ഖുർആനുൻ യംശി അൽ അർള്, അദ്ദേഹം ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ഖുർആനിനെ സമീപിക്കുമ്പോഴാണ് ഖുർആനിനെ ഇവർ വലിച്ചെറിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതിപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് കഴിയുന്നത്. അത്തരം പരിശ്രമങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് അല്ലാഹു എല്ലാവിധ തൗഫീഖ് നൽകുമാറാവട്ടെ.